ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകുന്ന 5 വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗം ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പയും ഉമ്മയുമാ. ഈ സദസ്സിലിരിക്കുന്ന ചില മാതാപിതാക്കളാ. ആ മാതാപിതാക്കൾ ആരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് പറയുന്നു, മനാല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് പറഞ്ഞു തരികയാണ്, നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുന്ന 5 വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗമാരാ? അത് ഈ സദസ്സിലിരിക്കുന്ന ചില മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കൾ ആരെന്നറിയുമോ? അവർക്ക് ഈ ഭാഗ്യം കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, പടച്ചറബ് അവർക്ക് 2 പെൺമക്കളെ കൊടുത്തു. അല്ലാഹു 2 പെൺകുട്ടികളെ അവർക്ക് കൊടുത്തു. ആ 2 പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി അവരെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും ഉമ്മയും നാളെ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെ ഒരുമിച്ചാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പെൺമക്കളെ കൊടുത്തു. ആ 2 പെൺകുട്ടികളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും ഉമ്മയും നാളെ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു 2 പെൺമക്കളെ തന്നിട്ടുള്ള ഭാഗ്യവാന്മാരെന്ന് കൈവക്കിക്കേ. ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഒരെണ്ണമുള്ളവരെങ്കിലും പൊക്കിക്കേ. അൽഹംദുലില്ലാഹ്. അപ്പം നിങ്ങളുടെ കാര്യത്തിലെ കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും ആണ് മതി, പെണ്ണ് വേണ്ട. ആദ്യത്തെ കൺമണി ആണായിരിക്കണം എല്ലാവരുടെ കൊതി. ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ പടച്ചോനെ ആണ് മതി, പെണ്ണ് വേണ്ടപ്പാ. ആണ് മതി. പെണ്ണാണെങ്കിൽ ചെലവും, ആണാണെങ്കിൽ വരുമാനവും. അതാണല്ലോ നമ്മുടെ പുതിയ കണ്ടുപിടുത്തം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആൺകുട്ടികളോടാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണല്ലോ 2 നിർത്തുന്നത്. 2 3 ആകുമ്പോൾ തന്നെ നിർത്തി. പണ്ടൊക്കെ പെണ്ണുങ്ങൾ, അള്ളാഹു പടച്ചോനെ, ഞങ്ങളുടെ ഉമ്മയൊക്കെ 10 പെറ്റവരാ. അൽഹംദുലില്ലാഹ്. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കുഴപ്പമില്ലെന്നേ. അൽഹംദുലില്ലാഹ്. എപ്പോഴും ആഫിയത്തോടെ. ഇപ്പോൾ ഒരു ചെറിയൊരു ഓപ്പറേഷനെ കഴിഞ്ഞു. അള്ളാഹു അവർക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. പക്ഷേ ഇന്നത്തെ അങ്ങനല്ല. ഇന്ന് 2 ഒന്ന് കഴിഞ്ഞാൽ തന്നെ അസ്സലാമു അലൈക്കും മതി നിർത്തിയേക്കാനാ പറയണ ഭർത്താവിനോട്. എല്ലാവർക്കും ആൺകുട്ടികളോടാണ് ഇഷ്ടം, പെൺകുട്ടികളോട് ഇഷ്ടക്കുറവാ. എങ്കിലും മഹാനായ റസൂലുള്ളാഹി ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഹദീസിന്റെ കിതാബിൽ കാണാം, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് കിട്ടിയതെങ്കിൽ, നിങ്ങളുടെയൊക്കെ ഭാര്യമാർ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞിനെയാണോ പ്രസവിച്ചത്, നിങ്ങൾ ഭാഗ്യവാന്മാരാ. അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുമെന്ന അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് പ്രസവിക്കുന്നതെങ്കിൽ ആ വീട്ടുകാർക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്യുമെന്ന്. അപ്പോൾ പെണ്ണ് വീടിൻ്റെ അനുഗ്രഹമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബിക്ക് പെൺമക്കളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. മുത്തുനബിക്ക് പെൺമക്കളോട്, പെൺകുട്ടികളോട് വേർതിരിവ് കാണിക്കുന്നത് ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിക്കില്ല, ഇഷ്ടപ്പെടില്ല. ഒരിക്കലും ചരിത്രം കാണാം, മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ സ്വഹാബികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒരു മകൻ ഓടി വന്നു. വാപ്പാടെ മുന്നിൽ ഉസ്താദൊക്കെ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ചെറിയ മക്കൾ വാപ്പാടെ അടുക്കൽ ഓടി വരുന്നത് പോലെ വാപ്പാടെ അടുക്കൽ ഓടി കയറി വന്നു. വാപ്പാടെ അടുക്കൽ വന്നപ്പോൾ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പിടിച്ചു മടിയിലിരുത്തി വാപ്പ. റസൂലുള്ളാഹി തങ്ങളൊന്നും മിണ്ടിയില്ല. കുറേ സമയം കഴിഞ്ഞു. അതേ മനുഷ്യന്റെ പെൺകുട്ടിയായ മകള് വാപ്പാടെ അടുക്കൽ അതുപോലെ കയറി വന്നു. വാപ്പ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തിട്ട് പിടിച്ച് താഴെ ഇരുത്തി. റസൂലുള്ളാഹി തങ്ങൾ വഅദ് നിർത്തി. പ്രവാചകന്റെ പ്രസംഗം, മുത്തുനബി പ്രസംഗം നിർത്തി. എന്നിട്ട് ആ വാപ്പാനോട് പറഞ്ഞു, ഒന്നുകിൽ ആ മടിയിലിരിക്കണം മോനെ താഴെ ഇരുത്ത്, അല്ലെങ്കിൽ ആ താഴെ ഇരിക്കണം മകളെയും കയറ്റി മടിയിലിരുത്തുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിക്ക് സഹിച്ചില്ല ആ പെൺകുട്ടിയോട് വേർതിരിവ് കാണിച്ചപ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ എന്തൊരു സ്നേഹമെന്നറിയോ. ലോകത്ത് ഒരു മനുഷ്യനും ഖിയാമത്ത് നാൾ വരെ വാപ്പ മകളെ സ്നേഹിച്ചതുപോലെ, നബി തൻ്റെ പൊന്നാര മകളെ സ്നേഹിച്ചതുപോലെ ഒരു വാപ്പയും ഖിയാമത്ത് നാൾ വരെ സ്നേഹിക്കൂല. ഇനി എന്തൊക്കെ വാങ്ങിക്കൊടുത്താലും അത്രയ്ക്കും ഇഷ്ടമാ ഫാത്തിമ എന്ന് പറയുന്ന തൻ്റെ പൊന്നുമോളെ കാണുമ്പോൾ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കുമായിരുന്നു മുത്തുനബി. തൻ്റെ പൊന്നാര മകളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കും. ചരിത്രം പറയുന്നു, ഇരിക്കുന്ന സമയത്തെങ്ങാണം ഫാത്തിമ കയറി വന്നാൽ ഒറ്റയ്ക്കുണ്ടായിരുന്നെങ്കിൽ മുത്തുനബി എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു തൻ്റെ മകളുടെ മുന്നിൽ. ഫാത്തിമ എന്ന് പറയുന്ന തൻ്റെ പൊന്നാര മകൾ ആരുമില്ലാത്ത സമയങ്ങളിൽ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. കാരണം
എൻ്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണിൻ്റെ കാൽച്ചുവട്ടില, ഉമ്മയുടെ കാൽച്ചുവട്ടില സ്വർഗം കിടക്കുന്നത്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അങ്ങനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും പെൺമക്കളോട് വല്ലാത്ത സ്നേഹം, പെൺകുട്ടികൾ പ്രത്യേകിച്ച് ആൺമക്കളെക്കാളും സ്നേഹം പെൺകുട്ടികൾക്കാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികൾക്ക് വാപ്പാനോട് വല്ലാത്തൊരു സ്നേഹമാണ്. ഉമ്മയെക്കാളും സ്നേഹം വാപ്പാനോടാണ്. അതാണല്ലോ നമ്മൾ പഴയതൊക്കെ പറയും, ആൺകുട്ടികൾക്ക് നേരെ തിരിച്ച ഉമ്മാനോടാ വലിയ സ്നേഹം. അത് വേറൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മാടെ അടുക്ക പോയിട്ട് മക്കളിങ്ങനെ തട്ടിത്തട്ടി നിൽക്കും. അപ്പോൾ ഉമ്മായിക്കറിയാം എന്തോ കാര്യം നേടാനാണെന്ന്. എന്നാൽ വാപ്പ ഇങ്ങനെ ഇരിക്കുക, മോളിങ്ങനെ വന്ന് വാപ്പാടെ താടിയിലും തലയിലൊക്കെ പിടിക്കുമ്പോൾ അതങ്ങനെ നേരെ തിരിച്ചിങ്ങനെ. അതാണ് പെൺമക്കൾ, വാപ്പമാരോട് വല്ലാത്ത സ്നേഹമാണ് പെൺമക്കൾക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് അപ്പം നിങ്ങൾ ഈ സദസ്സിൽ ഇരിക്കുന്നവർ വിചാരിച്ചു, ഉസ്താദെ എനിക്ക് പെൺകുട്ടികളുണ്ട്, അപ്പം ഞാൻ സ്വർഗത്തിൽ പോകില്ലേ? പെട്ടെന്ന് അത് കൈവക്കിയപ്പോൾ എന്നാ ഉഷാറെന്നറിയോ? ഒരെണ്ണെങ്കിലും ഉള്ളവരെ കൈവക്കാൻ പറഞ്ഞപ്പോൾ എന്തൊരു ആത്മാർത്ഥമായിട്ട് കൈവക്കിയവരോട് ഞാൻ ചോദിക്കാം, നിങ്ങളൊക്കെ വിചാരിച്ചു അപ്പം നാളെ ഞാൻ രക്ഷപ്പെട്ടു എന്ന്? വാപ്പാ, നീ ചിന്തിച്ച് നോക്ക്. ഹജ്ജ് ചെയ്തവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ല. പള്ളി കെട്ടിക്കൊടുത്തവനും ഞാനും നാളെ സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ല. നോമ്പ് പിടിച്ചവനും ഞാനും നാളെ സ്വർഗത്തിൽ ഇത്രയും അടുത്താണെന്ന് പ്രവാചകൻ പറഞ്ഞില്ല. പ്രവാചകൻ പറഞ്ഞു, 2 പെമ്മക്കളെ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും ഉമ്മയും നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ ഇത്രയും അടുത്താണെന്ന് മുത്തുനബി തൻ്റെ കൈ വിരലുകൾ ചേർത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിൽ നിന്ന് പാഠം പഠിക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ 2 പെൺകുട്ടികളെ നല്ല നിലയിൽ വളർത്തി പ്രായപൂർത്തി വരെ എത്തിച്ച് അവരെ ഏതെങ്കിലും നല്ല ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജിഹാദായിട്ട് കാണേണ്ട കാലഘട്ടം. നിങ്ങൾ ആലോചിക്ക്, നിങ്ങൾ അത്ര എളുപ്പമെന്ന് വിചാരിച്ചോ? പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നിങ്ങളൊക്കെ പെണ്ണ് കാണാൻ പോയ രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പ്രായമുള്ള നിങ്ങളൊക്കെ പണ്ട് പെണ്ണ് കാണാൻ പോയി. സ്കൂള് വിട്ടുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ ഭാര്യമാർ സ്കൂള് വിട്ട് വീട്ടിൽ കയറി വന്നപ്പോൾ അവരുടെ വാപ്പമാര് പറഞ്ഞു, ആയിഷ കല്യാണം ഉറപ്പിച്ചു, ദാണ്ടായി ഇരിക്കുന്നതാണ് പയ്യൻ, ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ പാപം സ്കൂൾ ബാഗ് വിട്ടിട്ടൊരു കരച്ചിലും കരഞ്ഞു. ഇപ്പം നിന്റെ കൂടെ വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അത് പണ്ടത്തെ പെണ്ണുങ്ങൾ. ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ +1 പഠിക്കുന്ന 17ഉം 18ഉം വയസ്സുള്ള മക്കൾ വീട്ടിൽ കയറി വന്നിട്ട് വാപ്പാനോട് പറയും, ഞാനൊരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടാ, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാ, ബസ്സിൽ യാത്ര ചെയ്തപ്പം അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കണ സമയത്ത് പരിചയപ്പെട്ടതാ, എനിക്ക് അവനെ തന്നെ മതി, കെട്ടിച്ചേരണം. അപ്പോൾ വാപ്പ ഇങ്ങനെ വെടിയുണ്ടതുപോലെ ഇരിക്കുക. വാപ്പ എന്നിട്ട് ഇവനെ ഒന്ന് അന്വേഷിച്ചപ്പോൾ സ്വന്തം ജാതി പോലുമല്ല. വാപ്പ പറഞ്ഞു, മോളെ അവൻ മുസ്ലിമല്ല, ഞാൻ കൊന്നാലും സമ്മതിക്കൂല, ഞാൻ ഇറങ്ങിപ്പോകും വാപ്പ. നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? ഞങ്ങൾ ഇറങ്ങിപ്പോകും. കോടതി പോകുമ്പോൾ കോടതി ഒതുക്കും, ആരെ കൂടെ പോകണം? എനിക്ക് പ്രായപൂർത്തിയായല്ലോ. ഞാൻ പറയും, ഓനെ മതി, ഞാൻ പോകും. നാണം കെടണ്ടെങ്കിൽ കെട്ടിച്ചതാ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നടക്കണ